ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും ഉറപ്പായിട്ട് ഇത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി. അപ്പോൾ ആ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. അപ്പോൾ ഞാൻ നെയ്യ് ചേർക്കുകയാണ്. ഈ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, സാധാരണ വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ സ്പെഷ്യൽ ഹാപ്പിനെസ് ഡേയ്സ് ഷമീസ് കിച്ചനുമായിട്ട് പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ഷമീസ് കിച്ചനിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തേക്കണേ. നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 2 പേരുടെ ബർത്ത്ഡേ ആണ്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പകുതി മുറി തേങ്ങയാണ്, ചെറിയ തേങ്ങയിൽ ഒരു പകുതി മുറി തേങ്ങയാണ്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ തേങ്ങയുടെയൊക്കെ ആ വെള്ളം നനവുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ള അവലെടുത്താലും മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള അവലുണ്ടല്ലോ, അതായാലും മതിയാവും. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് നെയ്യ് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഈ അവലൊക്കെ ചേർക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും. സമയമൊന്നും പാഴാക്കാതെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഒരു 2 പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർക്കാം. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ നേന്ത്രപ്പഴം ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും പഴം എല്ലാം ചെറുതായിട്ടൊന്ന് വെന്തിട്ട് തുടങ്ങും. ആ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ശർക്കര. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. അപ്പോൾ കല്ലില്ലാത്ത ശർക്കര അതിൻ്റെ പേരിലാണ് അങ്ങനെ ചേർത്തത്. കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് വേണം ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പലഹാരത്തിൽ കല്ല് കടിക്കും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കും ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേരിലാണ്. നമ്മളിപ്പോൾ ശർക്കര ഇതിലേക്ക് ഉരുക്കി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ മിക്സാക്കി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അങ്ങനെ ഉരുക്കി ചേർക്കാത്തതിൻ്റെ പേരിലാണ് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം നല്ലതുപോലെ ഉരുകിയിട്ടുണ്ട്, നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു മണമെല്ലാം ഉണ്ടാവും. ഇനി വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും, പിന്നീട് നമ്മൾ ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കണം എന്തെന്ന് വെച്ചാൽ ഇത് പിന്നീട് നമുക്ക് ബോൾസായിട്ട് തയ്യാറാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കയ്യിൽ നല്ല ബലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ടിങ്ങിനുള്ള ബാറ്റർ കൂടി തയ്യാറാക്കി എടുക്കണം. ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ ഈ സ്നാക്സ് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ദോശമാവിലാണ്. അപ്പോൾ ഈ ദോശമാവ് അരിയും ഉഴുന്നും ചേർന്നിട്ടുള്ളതാണ്. അതിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. മാവ് നല്ലതുപോലെ കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി കൂടി ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി തിക്കായിട്ട് കട്ടിയായിട്ട് നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ വേണ്ടത്.
ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് നല്ല ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് നല്ലതുപോലെ ബോൾസാക്കി പിടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്നും തണുത്തിട്ടില്ല. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. ബോൾസായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, അത്രയേ ഉള്ളൂ. കുറച്ച് വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഓരോ ബോൾസും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചുകൂടി ചെറുതാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബോൾസാക്കി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ഒന്ന് മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഈസി ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ സ്നാക്സ് റെഡിയായി കിട്ടും. പിന്നെ മറ്റൊരു ടിപ്പ് കൂടിയുണ്ട്. ഈ ദോശമാവിന് പകരം നമുക്ക് മൈദാമാവിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ഷമീസ് കിച്ചൻ്റെ സബ്സ്ക്രൈബറായ ഫെബിയുടെ മോനുൻ്റെ ബർത്ത്ഡേ ആണ്. മോനുൻ്റെ പേര് അമാൻഷ എന്നാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, പക്ഷെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇന്ന് പറയുന്നത്. വൈകിയാണെന്നുണ്ടെങ്കിലും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഷമീസ് കിച്ചൻ്റെയും കൂടെ തന്നെ ഷമീസ് കിച്ചൻ്റെ വ്യൂവേഴ്സിൻ്റെയും ഒക്കെ ആശംസകൾ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറായ രാജിയുടെ മോനുൻ്റെയും ബർത്ത്ഡേ ആണ് ഇന്ന്. മോനിൻ്റെ പേര് ആദിത്യൻ എന്നാണ്. രാജിക്ക് 2 മക്കളാണ്, അൻഹിയും ആദിത്യനും. അതിൽ ആദിത്യൻ്റെ ബർത്ത്ഡേ ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മോനു. അപ്പോൾ 7ാം ക്ലാസ്സിലാണ് ആൾ പഠിക്കുന്നത്. നമ്മുടെ മഞ്ച് ബാർക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്തെന്നാണ് പറഞ്ഞത്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണിതെല്ലാം. അപ്പോൾ മോനുവിനും ഷമീസ് കിച്ചൻ്റെയും ഷമീസ് കിച്ചൻ്റെ വ്യൂവേഴ്സിൻ്റെയൊക്കെ ആശംസ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഹാപ്പി ഡേയ്സും നമ്മുടെ ഷമീസ് കിച്ചനായിട്ട് പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫേസ്ബുക്കിലൂടെ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം. കമൻറ്റ്സ് ചെയ്യുന്നതിനേക്കാളും ഫേസ്ബുക്കിലൂടെ മെസ്സേജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കമൻറ്റ് ചെയ്യുമ്പോൾ പിന്നീട് എനിക്കത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടുണ്ടാവും. അതിൻ്റെ പേരിലാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജായ ഷമീസ് കിച്ചനിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.